ഹായ് വിവേഴ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റീഡിങ്ങുമായിട്ടല്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലൊരു പ്രശ്നമാണ് സെൽഫ് ലവ്. അതായത് നമ്മൾ എപ്പോഴും അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കും, നമ്മുടെ ഹസ്ബൻഡിനായാലും നമ്മുടെ ലവേഴ്സിനായാലും. പക്ഷെ നമുക്ക് ഇങ്ങോട്ട് കൊടുത്ത സ്നേഹം ലഭിക്കണമെന്നില്ല. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ചെയ്യും പോലെ എൻ്റെ പേഴ്സൺ എനിക്ക് വേണ്ടി ചെയ്യുന്നില്ലല്ലോ, ഞാൻ അങ്ങോട്ട് പറയും പോലെ എൻ്റെ പേഴ്സൺ ഇങ്ങോട്ട് എന്നെ പുകഴ്ത്തി പറയുന്നില്ലല്ലോ, ഒരു നല്ല വാക്ക് അവരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ലല്ലോ എന്ന്. അപ്പോൾ നിങ്ങളത് എപ്പോഴും എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്, ഈ പറയുന്ന ഞാൻ പോലും ചിന്തിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനെല്ലാം ഒരു ഉത്തമ ഉദാഹരണമാണ് സെൽഫ് ലവ്. നമ്മൾ എപ്പോഴാണ് നമ്മുടെ സെൽഫ് ലവ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുന്നത്, അതായത് നമ്മൾ കൂടുതലും പേഴ്സണിന് വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കുക, ഹസ്ബൻഡോ വൈഫാണെങ്കിൽ ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ സന്തോഷം, കുട്ടികളുടെ സന്തോഷം, അങ്ങനെ ഇതിൻ്റെ പിറകെ നടന്ന് നമ്മുടെ സെൽഫ് ലവ് നമ്മൾ മറക്കും. നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ആ ഒരു ക്വാളിറ്റീസ്, നമ്മളുടെ പർപ്പസ്, നമ്മൾ ഭൂമിയിൽ എന്തിനാണ് ദൈവം അയച്ചിരിക്കുന്നത്, അതിൻ്റെ കാര്യം എല്ലാം മറക്കും. നമ്മുടെ ലോകം അവരും നമ്മുടെ കുട്ടികളും മാത്രമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ലവേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിരിക്കാം നിങ്ങളുടെ ലോകം, അവരുടെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ 24 മണിക്കൂറും ചിന്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ആ സെൽഫ് ലവ് നിങ്ങളപ്പോൾ മറക്കും. അപ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം സെൽഫ് ലവ് ആണ്. സെൽഫ് ലവ് നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബ്യൂട്ടിയാണ്, നമ്മുടെ ആ ഒരു അട്രാക്ഷൻ പവറാണ്. നമ്മുടെ ആ ഒരു നമ്മൾ പഴയ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്തൊക്കെ വ്യത്യാസം വന്നു. നമ്മൾ മുഖം ഇപ്പോൾ നല്ല വൃത്തി കെയർ ചെയ്യുന്നില്ല. മുന്നേയൊക്കെ ആണെങ്കിൽ കല്യാണത്തിന് മുന്നേ ഞാൻ നല്ല വൃത്തി കെയർ ചെയ്യുന്നു, ഇപ്പോൾ കെയർ ചെയ്യുന്നില്ല. മുടിയായാലും അങ്ങനെ. ഇല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സണെ സ്നേഹിക്കും മുമ്പേ നിങ്ങൾ എങ്ങനെയായിരുന്നു, നിങ്ങളിപ്പോൾ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ എങ്ങനെയായി, അവരെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിക്കുന്നില്ലല്ലോ എന്ന്. അങ്ങനെയുള്ള പല ആൾക്കാർക്കും അങ്ങനെ ഒരു ചിന്ത എത്തണം. കാരണം നമ്മൾ സെൽഫ് ലവിൽ വന്നാൽ മാത്രമേ നമ്മളുടെ പേഴ്സണ് നമ്മളോടൊരു റെസ്പെക്റ്റും നമ്മുടെ ആ ഒരു സ്നേഹം അവർ ആഗ്രഹിക്കുകയും നമുക്കൊരു അട്രാക്ഷൻ പവർ ലഭിക്കുകയും നമ്മുടെ ബ്യൂട്ടി ഒരു തിളക്കം, നമ്മുടെ മുഖത്തൊരു തിളക്കം വർദ്ധിക്കുകയും ചെയ്യും. അതിനു വേണ്ടിയുള്ള ഒരു മന്ത്രമാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. രാത്രി കിടക്കും മുമ്പേ ഈ ഒരു മന്ത്രം പറയുന്നത് നല്ലതാണ്. കൂടാതെ നമുക്കിപ്പോൾ ഇത് മെയിനായിട്ട് നമ്മുടെ ബ്യൂട്ടി പിന്നെ നമ്മുടെ ആ ഒരു മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ മുടി നല്ലതായിട്ട് വളരാൻ വേണ്ടി, പിന്നെ ഒരു അട്രാക്ഷൻ പവർ, നിങ്ങൾക്കൊരു അട്രാക്ഷൻ പവർ കിട്ടും. ആ ഒരു അട്രാക്ഷൻ പവറിലൂടെ തന്നെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ ഒരു അട്രാക്ഷൻ തോന്നും. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ ഒരു മന്ത്രം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ആ ഒരു സ്വിച്ച് വേർഡ് പോലെയാണ് ആ ഒരു മന്ത്രം എന്ന് പറയുന്നത്. അത് നിങ്ങൾ പറ്റുമ്പോഴെല്ലാം നിങ്ങൾ ആ മന്ത്രം പഠിച്ചിട്ട് പറ്റുമ്പോഴെല്ലാം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതനുസരിച്ച് നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ നിങ്ങൾ കണ്ണാടി നോക്കിയോ അല്ല എങ്കിൽ രാവിലെ എണീച്ച് കണ്ണാടി നോക്കി ഈ മന്ത്രം പറ്റുന്ന രീതിയിൽ പറയുക. ഇല്ല എങ്കിൽ കിടക്കുന്നതിന് മുന്നേ ഈ മന്ത്രം പറയാം. നിങ്ങൾക്കിഷ്ടമുള്ള ടൈം എപ്പോഴാണോ അപ്പോൾ ഈ മന്ത്രം നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം, വിഷ് എന്താണോ അത് വിഷ്വലൈസേഷൻ ചെയ്യുക. വിഷ്വലൈസേഷൻ ചെയ്യുക എന്ന് പറയുന്നത് അതിന് ഭയങ്കര ഒരു പവറാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിങ്ങനെ നിങ്ങളൊരു സ്ക്രീനിൽ കാണുക. നിങ്ങൾ നല്ല സൗന്ദര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖം നല്ല തിളക്കമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുഖത്തെ ആ പാടുകളും കണ്ണിൻ്റെ താഴെയുള്ള ഡാർക്ക് സർക്കിള് എല്ലാം മാറി നിങ്ങളിപ്പോൾ നല്ല സുന്ദരിയായിരിക്കുകയാണ്. ഇനി മുടിയാണെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിച്ചിലെല്ലാം മാറി നല്ല തിക്കായിട്ട് മുടി വളർന്നിരിക്കുകയാണ്. എല്ലാ അട്രാക്ഷൻ പവറാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ പേഴ്സണെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു മാഗ്നറ്റിക് അട്രാക്ഷൻ എൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു അട്രാക്റ്റീവായിട്ടുള്ള പേഴ്സണായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ ആ ഒരു അട്രാക്ഷൻ പവർ ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഈ ഒരു മന്ത്രം പറയുമ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കുക, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അട്രാക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് നിങ്ങളോട് ചോദിക്കാനായിട്ട് എങ്ങനെ പറ്റി, നിനക്ക് ഇങ്ങനെ ഒരു തിളക്കം, മുഖത്തൊക്കെ എങ്ങനെ തിളക്കം വന്നു, നല്ല ഒരു അട്രാക്ഷൻ നിനക്ക് വന്നിട്ടുണ്ടല്ലോ എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങളിങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് മന്ത്രം ഏതാ നോക്കാം.
ഓം ഇന്ദ്രാണി ത്രിപുരസുന്ദരി നമഃ. 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 ഓം ഇന്ദ്രാണി ത്രിപുരസുന്ദരി നമഃ.